പഠിച്ചു, വർഷങ്ങളൊക്കെ പഠിച്ചു. അവിടുന്ന് അഹ്സനെ ബിരുദം കൊടുത്തു. എന്നിട്ട് അവൻ AP ഉസ്താദിനെയും ബഹുമാനപ്പെട്ട റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദിനെയും അതുപോലത്തെ ഉസ്താദുമാരൊക്കെ തള്ളിപ്പറഞ്ഞ ഹംക്ക്, ആ ഹംക്കിനെ പറ്റി പിന്നെ എന്ത് പറയാൻ പാടുള്ളൂ? അഹ്സനെന്നോ സഖാഫിന്നോ പറയാൻ പാടില്ല, അത് ഹറാമാണ് പറയാൻ. ഇതാ ഞാൻ പറയും. ഇന്നിപ്പോ അങ്ങനെ നടക്കുക. അവൻ സഖാഫിയാണ്, അവന്റെ കാര്യമായ ജോലി AP ഉസ്താദിനെ കുറ്റം പറഞ്ഞ, ചീത്ത പറഞ്ഞ. അവൻ അഹ്സനെയാണ്, അവന്റെ ഡ്യൂട്ടി തന്നെ സുലൈമാൻ ഉസ്താദിന്റെ കുറ്റം പറഞ്ഞ. ഇങ്ങനത്തെ ഹംക്ക്, പച്ച ഹംക്ക്, ഇവൻ എങ്ങനെയാണ് അഹ്സനാകുക? അതല്ലെങ്കിൽ അവനെങ്ങനെ സഖാഫിയാകുക? ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് വലിയൊരു സംഗതിയാണ്. നമ്മുടെ മനസ്സിനെ അങ്ങേയറ്റം വേദനിപ്പിച്ചു കളയില്ലേ? ഇങ്ങനത്തെ പറ്റി അത് പറയൽ പാടില്ല, തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ വെറുതെ പറയല്ല, ഉലമാ മുഴുവൻ പറഞ്ഞതാ. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമാ പറഞ്ഞു, ഇതുപോലെ ഒരു പരിപാടിയിൽ ഞാൻ സമസ്തയുടെ പ്രസിഡന്റാണ്, ആ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ കാന്തപുരം ഉസ്താദ്. എന്നിട്ട് ഞങ്ങളെ തള്ളിപ്പറയുന്നവർ അവരെ പറ്റി സഖാഫി എന്നോ അഹ്സനെന്നോ പറയുന്നത് തെറ്റാണ്, നമ്മൾക്ക് പൊരുത്തമില്ലാത്ത സംഗതിയാണത്. എത്ര വലിയൊരു വാക്കാണ്! ഞാനത് കേട്ടപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഓർക്കാതെ കണ്ണുനീർ വന്നു. പ്രയാസത്തൊന്നില്ല പറയുന്നത്. എൻ്റെ അരികിൽ ഇത്ര കാലം പഠിച്ച് അവിടുന്ന് സനത് പറഞ്ഞൊക്കെ വാങ്ങി ശേഷം പിന്നെ അവർ തിരുത്തുകയാണ്. കുറുവട്ടൂർക്കാരൻ ഒരു ചങ്ങാതി ഹാഫിദ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വന്നു. എനിക്ക് പിന്നെ അസുഖമൊന്നും ആയതിന് വരില്ല. എന്തുകൊണ്ട്? ഒന്നും ഞാൻ വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കണമെങ്കിൽ നല്ലൊരു ഉസ്താദിൽ നിന്ന് ഓതിപ്പിടിച്ച ആളാണ് നമുക്ക്. അല്ലാത്ത ഏതുണ്ടല്ലോ കറാമത്ത്, ഇങ്ങനെ ഒന്നിനു ശേഷം മറ്റൊന്നായി, ആ കറാമത്തൊന്നും ഞാൻ വിശ്വസിച്ചില്ല.